ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് ശംഖുപുഷ്പം കിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് ശംഭുട്ടിന് ബ്ലൂ ടീ വേണമെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടായിരുന്ന ശംഖുപുഷ്പം എല്ലാം എടുത്ത് ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കി വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പാലപ്പവും മുട്ടക്കറിയും മുട്ട റോസ്റ്റും അതേപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. മുട്ടക്കറിയും ചിക്കൻ റോസ്റ്റും അങ്ങനെയാണേ. അപ്പോൾ നമ്മളിന്ന് പഞ്ചാമൃതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചാമൃതം വന്നപ്പോൾ തന്നെ ചാച്ചി അവിടെ കിടന്ന് പറയാൻ തുടങ്ങി, ഇപ്പോഴത്തെ ശർക്കരയൊക്കെ വിഷമാണ്, അതൊന്നും കഴിക്കരുതെന്ന്. നമ്മൾ അപ്പോൾ ഉറുമ്പിനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കിയപ്പോൾ ഉറുമ്പ് വന്ന് കഴിച്ചു, എന്നാൽ പിന്നെ കഴിക്കാന്നുള്ള രീതി എല്ലാവരും കഴിച്ചു കേട്ടോ. വെറുതെ എന്തെങ്കിലും റീൽസൊക്കെ കണ്ടിട്ട് അതിൻ്റെ പുറകെ അങ്ങ് നടക്കും. അപ്പോഴത്തേക്ക് അമ്മ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. എനിക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മളത് കുറേ നേരം ഇരുന്ന് കഴിച്ചു കേട്ടോ. ഈ റീൽസിലൊക്കെ കണ്ടിരുന്നില്ലേ, ഏതോ അമ്പലത്തിൽ ശർക്കരയ്ക്കകത്ത് കരിയോയിൽ ഒഴിക്കുന്നു, അതേപോലെ ശർക്കരയ്ക്കകത്ത് മൊത്തം എന്തൊക്കെയോ കലക്കുന്നു, അതുകൊണ്ട് കുമ്മായം കലക്കുന്നോ ഒക്കെ പറഞ്ഞ് കുറച്ചൊരു ചർച്ചകൾ ഉണ്ടായി വീട്ടിൽ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമുക്ക് വിഷമില്ലാത്ത ഒന്നും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം ഫ്രഷായിട്ട് കിട്ടുന്ന മാങ്ങയോ നമ്മുടെ വളപ്പിലുണ്ടാവുന്ന അല്ലാതെ വേറൊന്നും നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്നില്ല. കടയിൽ കിട്ടുന്ന എല്ലാത്തിലും എന്തെങ്കിലും കുറച്ച് വിഷം കാണും. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ അടുത്ത ദിവസം രാവിലെ നമ്മൾ കുറച്ച് ചക്കയപ്പം ഉണ്ടാക്കി കേട്ടോ. ഇതിലും ശർക്കര ചേരുന്നതാണ്, എന്നാലും നമ്മൾ വരുന്നതിന് മുമ്പേ അമ്മ നന്നായിട്ട് വരട്ടി വെച്ചിരുന്ന ചക്കയാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം കുറച്ച് ചക്കയപ്പൊക്കെ ഉണ്ടാക്കി. കാരണം എൻ്റെ ഫേവററ്റ് ഒരു പലഹാരമാണ്. ഭയങ്കര മണമല്ലേ നമ്മൾ എണ്ണയിലേക്ക് അഥവാ എണ്ണയിലേക്കകത്ത് ഇങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കി ചൂടോട് കഴിക്കാൻ വേറൊരു ടേസ്റ്റ്, തണുത്തിട്ട് കഴിക്കാൻ അങ്ങനെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഒരു സ്വർണ്ണക്കടയിലേക്കാണേ. ഇപ്പോഴത്തെ വിലയ്ക്ക് സ്വർണം മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമ്മയുടെ 2 വള കുറേ നാളായിട്ട് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നേ. ചാച്ചിയോട് ഇതൊന്ന് മാറിക്കൊടുത്താൻ പറഞ്ഞ ചാച്ചി പറയും ഭയങ്കര നഷ്ടമാണ്, ഇപ്പം മാറണ്ട, സ്വർണത്തിന് ഭയങ്കര വിലയാണെന്നൊക്കെ പറയും. പക്ഷെ അമ്മമാരല്ലേ, അവർക്ക് ഈ കഴുത്തും കയ്യും കാതും ഒന്നും ഒഴിഞ്ഞു കിടക്കുന്നത് പറ്റില്ല. എന്നെപ്പോലെ ഒരാൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അമ്മമാർക്ക് ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എന്തോ അത് അവർ ശീലിച്ച് വന്നതല്ലേ. അപ്പം നമ്മൾ വരുമ്പോൾ എന്തായാലും മാറാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ സെലക്ഷൻ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മാറി കേട്ടോ. അപ്പോൾ ഇവിടെ മംഗൾസൂത്ര, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ മംഗൾസൂത്ര, താലിമാല, അതായത് കരിമണിമാല ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിരുന്നതാണ്. പക്ഷേ കേരളത്തിൽ നല്ല സെലക്ഷൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല സെലക്ഷൻ പല സൈസിലൊക്കെ കിട്ടും. പക്ഷേ അത് കൂടുതലും 18 ക്യാരറ്റ് സ്വർണത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പറ്റില്ലല്ലോ, നമുക്ക് 22 തന്നെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു 3 മോഡലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ കുറേ പേര് ഇപ്പം ഇങ്ങനെ വന്ന് മേടിക്കുന്നുണ്ട്, സോ പുതിയ മോഡലൊക്കെ വരുന്നുണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആകെ ഈ 2 മോഡലും പിന്നെ ആ ഒരു പ്രതിമയിലിട്ടിരുന്ന മോഡലും മാത്രമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ വളയൊക്കെ സെലക്ട് ചെയ്തെടുത്തു. ഡെയിലി യൂസിന് പറ്റുന്ന പോലത്തെ, എന്നാൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ട കുറച്ച് വീതിയുള്ള പോലത്തെ വളയാണ് കേട്ടോ അമ്മ എടുത്തത്, അമ്മയുടെ ഇഷ്ടം. അതിനുശേഷം നമ്മൾ കയറിയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി കഴിച്ചു കേട്ടോ. ഇതാണ് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ ഈ പ്രാവശ്യം 2 ബിരിയാണി കഴിച്ചു, 2ഉം വേസ്റ്റായി പോയിന്ന്. ഈ ബിരിയാണി കണ്ടോ, എനിക്ക് കൊണ്ടുവച്ചത് അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചില്ല. അത് നേരെ പാഴ്സൽ ചെയ്ത് എടുക്കുമായിരുന്നു. അതിനുശേഷം അമ്മയുടെ ബിരിയാണി ഞങ്ങൾ രണ്ടുകൂടെ ഷെയർ ചെയ്തു, പ്രജിയുടെ ബിരിയാണി അവർ രണ്ടുകൂടെ ഷെയർ ചെയ്തു, അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് ഫ്രഷ് ലൈമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നേരെ ബില്ല് അടിക്കാൻ ചെന്നപ്പോൾ പ്രജി പോയി പറഞ്ഞു കേട്ടോ, തീരെ കൊള്ളില്ലായിരുന്നു ബിരിയാണിന്ന്. എന്നാലും നിങ്ങൾ കഴിച്ചല്ലോ എന്ന് പറയരുത് കേട്ടോ, നമ്മൾ അത്രയും വേസ്റ്റ് ആക്കുക ചെയ്തത്, കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ട് ഞാൻ ശംഭുവിനോട് പറയായിരുന്നു, അമ്മയ്ക്കും പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ, എൻ്റെ ഒന്നും സമയത്ത് ഇങ്ങനത്തെ ഫോണല്ല, ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഫോൺ തന്നെയാണ്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഫോണാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് അമ്മമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം ആയി കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ല അമ്മമ്മയെ കാണാൻ പോകണമെന്നൊക്കെ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ചക്കയപ്പൊക്കെ ആയിട്ടാണ് അമ്മമ്മയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ മാമൻ്റെ വീട്ടിൽ അമ്മമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. പാല് വരാൻ സമയമായി. അപ്പം അത് നോക്കിയിട്ട് അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ആദ്യം കയറി, അല്ലെങ്കിലും ഞാൻ വന്നാൽ ആദ്യം ഇങ്ങോട്ടാണ് കയറിയത്. അമ്മമ്മ എന്നെ കാണുമ്പോഴത്തേക്ക് കടിച്ചു തിന്നും, ഞാനും അമ്മമ്മേനെ ഉപദ്രവിക്കും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചാലിയായി പൊക്കോളും. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മമ്മ. അപ്പോൾ അതിനുശേഷം അവിടുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാൽ അവിടെ 2 കുഞ്ഞിച്ചക്കന്മാരുണ്ട് കേട്ടോ. അവന്മാർ ഉറക്കത്തിലായിരുന്നു. അപ്പം നമ്മൾ അധികം നിന്ന് ബുദ്ധിമുട്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോന്നു, അമ്മമ്മയുടെ വീട്ടിലോട്ട് പോന്നു. അതിനുശേഷം അവിടെ നിന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞു. അപ്പോഴത്തേക്ക് പാല് വരാൻ വേണ്ടി അമ്മമ്മ കാത്തു നിന്നാണല്ലോ.
പാലെത്തിയിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം കളിച്ച്, പിന്നെ അപ്പോഴത്തേക്ക് മാമി വന്നു. മാമിയോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചക്കയപ്പെല്ലാം കൊണ്ട് കൊടുത്ത് അതെല്ലാം കഴിച്ച് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി വണ്ടി വന്നു, പച്ചക്കറി എല്ലാം മേടിക്കാൻ മാമ പോയി. അതിനുശേഷം അച്ഛനും മോനും കൂടെ അവിടെ കളിയായി. ഞങ്ങളുടെ കുറേ സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. കാരണം വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്തായാലും പോകും എന്നല്ലാണ്ട് എപ്പോഴും കാണണം എന്ന് തോന്നുമ്പോൾ എല്ലാം ഓടിപ്പോയി കാണാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വേഗം തോട്ടിയൊക്കെ എടുത്തിട്ട് നേരെ അപ്പുറത്ത് മാമൻ്റെ വീട്ടിൽ പോയേ. കാരണം അവിടെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. ആ റംബൂട്ടാനാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം പാട്ടത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. അവർ ബൾക്കായിട്ട് എല്ലാവരും കൂടെ ഈ പൂക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ വന്ന് വലയിടും. എന്നിട്ട് നമ്മൾ ഒരു പൈസ പറയും. ആ പൈസ അവർ എന്നിട്ട് പറിച്ചിട്ട് പോകും. അവർ ഫുള്ള് പറിച്ചിട്ട് പോയി കഴിഞ്ഞ് പിന്നെയും പൂത്തതാണ് കേട്ടോ ഇത്. അപ്പം അമ്മ പോയോ എല്ലാം പൊട്ടിക്കുകയാണ്. കാരണം എൻ്റെ അത്രയും ഫേവറേറ്റ് ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ അമ്മ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഇടുന്നു, ശമ്പൂട്ടൻ അവിടെ നിന്ന് പെറുക്കി ഇങ്ങോട്ട് ഇടുന്നു. അപ്പം 2 വട്ടം അത് താഴെ വീണിട്ട് നമ്മുടെ കൈ കിട്ടുന്നത്. അമ്മ മരത്തിൽ നിന്ന് പറിച്ചൊന്ന് താഴെ ഇടും, അവിടുന്ന് അമ്മ ഇങ്ങോട്ട് എറിഞ്ഞ് ശമ്പൂട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കും, അത് താഴെ പോവും, പിന്നെ അവിടുന്ന് എൻ്റെ മടിയിലേക്ക് വരും. അപ്പം കുറേ കിട്ടി കേട്ടോ. അപ്പം അവിടുന്ന് മൊത്തത്തിൽ അത് അന്നേരം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ അവിടെ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് പാല് വന്നു എന്ന് പറഞ്ഞ് ഞാനും അമ്മമ്മയും കൂടെ പാലെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. അപ്പം അവർ വലിയൊരു കുപ്പിയിൽ ഒരുമിച്ചാണ് തരുക. അപ്പം അതിനകത്തുനിന്ന് 2 ഗ്ലാസ് പാലാണ് അമ്മമ്മ എടുക്കുന്നത്, ബാക്കി മാമൻ്റെ അവിടെ കൊടുക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കി പാൽ അവിടെ വെച്ചിട്ട് അവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട്, അവനെയും പോയി കണ്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ എപ്പോൾ ചെന്നാലും അവിടെ ചക്കുപ്പേര് കാണും, ചക്ക വറുത്തത് കാണും. അതെല്ലാം കഴിച്ച് കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് നമ്മൾ കുറേ നേരം കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് സന്ധ്യയായി. കൊതുകിൻ്റെ ഭയങ്കര ബഹളമാണ് കൊതുകിൻ്റെ അവിടെ. കാരണം അവിടെ അധികം വീടുകളിലും പശു ഉണ്ട്, റബ്ബറുണ്ട്. അപ്പം മൊത്തത്തിൽ അങ്ങ് കൊതുകാണ്. അപ്പം അന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി, വിളക്ക് ഒഴിച്ചു, അമ്പലത്തിൽ ദീപാരാധനയൊക്കെ തൊഴുത് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പം ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. എന്തേ, അത്രേ ഉള്ളൂ. ടാറ്റാ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയൂ കേട്ടോ. ടാറ്റാ.